നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തെ പൊതുരംഗത്ത് കാണാൻ പാടില്ല, വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല, വീട്ടുകാരോടൊപ്പം പുറത്തിറങ്ങാൻ പാടില്ല, ഊഞ്ഞാലാടാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാമോ അതൊന്നും അയാൾ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലേക്കുള്ള ചില നിയമാവലികളുമായിട്ട് ചിലരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് കേട്ടതിന് ശേഷം ഈ വിഷയത്തിലേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സഹിതമാണ് സംഭവം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കാം. മനോരമയുടെ സ്റ്റാഫ് റിപ്പോർട്ടറായിട്ടുള്ള അലീനയുടെ വിവാഹം നടന്നത് യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടാണ്. എന്തുകൊണ്ടാണ് മനോരമ കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും അനുകൂലമായിട്ട് വാർത്ത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ, മനോരമ കുടുംബത്തിനകത്തുള്ളവരെ വിവാഹം കഴിക്കുന്നത് വരെ യൂത്തന്മാരും കോൺഗ്രസുകാരുമാണ്. അങ്ങനെയുള്ള വിവാഹത്തിന് രാഹുൽ മാങ്കൂട്ടം കൂടി. കഥ ഇതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാഹുലിൻ്റെ സുഹൃത്ത്. രാഹുലിന് അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അയാൾ പത്തനംതിട്ട ജില്ലയിലെ കാത്തലിക് കോളേജിൽ പഠിച്ചു വരുന്ന സമയം തൊട്ട് തന്നെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. അയാളുടെ ഒപ്പം നിൽക്കുന്ന ധാരാളം സുഹൃത്തുക്കളുടെ ഏറ്റവും അടുത്ത ആളാണ് ഫെന്നി നേനാൻ, പിന്നൊരാളാണ് റെനി. ഈ രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പഞ്ചായത്തിലും ഒരാൾ മുനിസിപ്പാലിറ്റിയിലും മത്സരിച്ചു. ഫെന്നി നേനാൻ അടൂർ മുനിസിപ്പാലിറ്റി 8ാം വാർഡിൽ മത്സരിച്ചു. പക്ഷേ ആ മത്സരത്തിൻ്റെ അവസാന വോട്ട് ഇടുന്നതിന് 2 ദിവസം മുമ്പ് തലേദിവസം രാത്രിയിൽ അയാളുടെ വീട്ടിൽ അടൂരിൽ നിന്ന് പോലീസ് പോയി വലിച്ചുവാരി സാധനങ്ങളിടുകയും അയാളെ അന്വേഷിച്ചു പോവുകയൊക്കെ ചെയ്യുകയും അതിനുശേഷം റിപ്പോർട്ടർ ചാനലിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പരാതിയെ കാറിൽ കൊണ്ടുപോയതും രാഹുൽ റേപ്പ് ചെയ്യുന്ന സമയത്ത് പുറത്ത് ഇരുന്നതും ഇദ്ദേഹമാണെന്ന് പറഞ്ഞാണ് 2ാം പ്രതിയാക്കിയത്. ആ കേസിൽ ഇന്ന് വരെ ഈ പറഞ്ഞ ഫെന്നി നേനാനെ യാതൊരു കാരണവശാലും മൊഴിയെടുക്കാനോ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരാൾ ഈ പറഞ്ഞ ഏറത്ത് പഞ്ചായത്തിലെ റെനി എന്ന് പറയുന്ന ആളാണ്. അയാൾ മലയാള മനോരമയിലെ ഒരു സ്റ്റാഫ് റിപ്പോർട്ടറെ വിവാഹം കഴിച്ചു. അലീന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ മനോരമയിലെ ആൾക്കാരെയെല്ലാം കോൺഗ്രസ്സുകാർക്കേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ, അതോ രാഹുലിന് മാത്രമേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഈ പെൺകുട്ടി കല്യാണം ആലോചിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മനോരമയിലെ ഏതെങ്കിലും ആൾക്കാരെ കല്യാണം ആലോചിച്ച സമയത്ത് കല്യാണം നടക്കാതെ പോയതിന് മലയാള മനോരമയാണോ കാരണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. തുടർന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഇന്നലകളിൽ ഏത് വിഷയത്തിലും വിവാദം കത്തിക്കുന്ന മനോരമ സ്വന്തം സ്റ്റാഫ് റിപ്പോർട്ടറുടെ കല്യാണത്തിന് 3 പീഡന കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയെ ക്ഷണിച്ചു വരുത്തി ഫോട്ടോഷൂട്ട് നടത്തി പുറത്തേക്ക് വിടുമ്പോൾ ചോദ്യം ചെയ്യണ്ടേ? നാട്ടുകാരെ അറിയിക്കണ്ടേ? മനോരമയ്ക്ക് എന്തുമാകാം, മനോരമയിലുള്ളവർക്കും എന്തുമാകാം. പക്ഷെ ഈ നാട്ടിലുള്ള ബാക്കി ആരെങ്കിലും ഏതെങ്കിലും പ്രവർത്തനം ചെയ്താൽ അതിനെ വിവാദമാക്കുന്ന മനോരമ വെച്ച് നടത്തുന്ന ചില കലാപരിപാടികളാണ് ഇതിലൂടെ നാട്ടുകാർ കാണേണ്ടത്. വിവാഹമൊക്കെ വ്യക്തിയുടെ സ്വകാര്യതയാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹത്തിൽ വരെ മനോരമ വിവാദം കണ്ടെത്തുമ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്ത ആളിൻ്റെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ രാഹുലിൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഒരു പരിചയക്കാരനാണ് എനിക്ക് കഴിഞ്ഞ ദിവസം അയച്ചു തന്നത്. ഞാനത് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചു. കാരണം ഈ കല്യാണം കുറച്ച് ദിവസത്തിന് മുമ്പ് നടന്നതാണ്, അതുകൊണ്ടൊരു വിവാദമാക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അതിങ്ങനെ ആൾക്കാരിങ്ങനെ ഷെയർ ചെയ്തു. എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴാണ് പറയാതെ വയ്യ. ഈ പറയുന്ന രീതിയിൽ രാഹുൽ 3 കേസുകളിൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. രാഹുലിനെതിരെ ബലാത്സംഗ കേസാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഈ ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് പോയി കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തതാണോ? ഒരു പ്രാവശ്യമേ അവർ തങ്ങളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 27/1/2025 28/1/2025 രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി 1ാമത്തെ പരാതിക്കാരി എന്തിന് രാഹുൽ താമസിക്കുന്ന പാലക്കാട് പോയി എന്ന ചോദ്യത്തിന് ഇവർ മറുപടി പറയണം. 1. 2. 2ാമത്തെ പരാതിക്കാരിയെ പറ്റി രാഹുലിന് പോലും അറിയില്ല എന്നും രാഹുലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലരെയും നമ്മൾ സംസാരിച്ചിട്ടും അവർക്കും അറിയില്ല അങ്ങനെ സംഭവം. ഈവൻ ഫെന്നിക്ക് പോലും, ഫെന്നിയോടെ പലപ്പോഴും സംസാരിച്ചപ്പോഴും ഫെന്നിയിൽ നിന്ന് പോലും വിവരം കിട്ടിയിട്ടില്ല. അങ്ങനെ പരാതിക്കാരിയെ ഇല്ലെന്നും അത് ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് പുറത്തു വരുന്ന വാർത്ത. 3ാമത്തെ പരാതിക്കാരി എന്താണ്? 3ാമത്തെ പരാതിക്ക് നിദാനമാകുന്ന പ്രശ്നമുണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA അല്ലായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ ആളിനെ അങ്ങ് വിദേശത്തു നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ക്ലബ് 7 ഹോട്ടലിൽ കാത്തിരുന്ന് അവനോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം 8/4 ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ആൾ 14/4/2024 അവന് 10,000 രൂപ ഇതും കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിഷു കഴിഞ്ഞിട്ടും കൊടുത്തു. പിന്നെ ഇന്ന ചെരുപ്പ് മേടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നീ ആടിൻ്റെ പാല് ഉണ്ടാക്കിയ സോപ്പ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു കാമുകിക്ക് കാമുകനോട് തോന്നാവുന്ന, അല്ലെങ്കിൽ ഒരു ബെസ്റ്റിക്ക്, ഇപ്പോൾ ബെസ്റ്റിയാണല്ലോ, ബെസ്റ്റിക്ക് ബെസ്റ്റിയോട് തോന്നാവുന്ന വൈകാരിക ഭാവവും പ്രണയവും നിലനിർത്തിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൾ ഇങ്ങനെ ആളിപ്പടർന്നു പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കഥ. ഈ രണ്ട് കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും രണ്ടുപേരും വിവാഹിതരാണ്. അതിലൊരാൾ ഇപ്പോൾ സജീവമായി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയയിലെ അവരുടെ ഓരോ ദിവസത്തെ ഫോട്ടോ കാണുമ്പോൾ അന്ന് രാഹുലിനെതിരെ വാർത്ത ചെയ്ത പലരും വന്ന് അതിൻ്റെ മേൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അവരപ്പം തന്നെ സപ്പോർട്ട് അടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ ഇതാണ് സംഭവിച്ചത്. ഇവിടെ എവിടെയാണ് ബലാത്സംഗമായിട്ട് വന്നത്? ഇവിടെ ബലാത്സംഗമായിട്ട് പറയുന്നത് ആ മൂന്നാമത്തെ, ഞാനത് പറഞ്ഞ് നശിപ്പിച്ചൊരു സംഭവമാണ് പലരും. ഇതിനകത്ത് എന്താ സംഭവിച്ചേക്കുന്നത്? ഈ പറഞ്ഞ ആളുമായിട്ട്, രാഹുലുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവുകയും ഗർഭിണിയായ സമയത്ത് തഴഞ്ഞു. പിന്നീട് അവൻ ചെയ്ത ഒരു പ്രാവശ്യം ചെയ്തത് പിന്നെ എന്താ ബ്രൂട്ടൽ സെക്സ് ആയിരുന്നു, അതല്ല എന്തതിന് പറഞ്ഞ് വൈൽഡ് സെക്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ പരാതി. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ MLA ആരോ ആയിക്കോട്ടെ, അയാൾ XOR അയാൾ പോയി അങ്ങോട്ട് കടന്നു പിടിച്ച് എന്നെ റേപ്പ് ചെയ്തൊന്നൊരു കേസില്ല. ഞങ്ങളൊക്കെ ആ പരാതിക്കാരിക്കും അങ്ങനെയില്ല. അവരൊക്കെ കറക്റ്റായിട്ട് കൃത്യമായ കാര്യങ്ങൾ പരാതിക്കാരിയും കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ഇത് മറ്റു ചിലരുടെ അടുത്ത് കളിച്ചപ്പോൾ ആ വിഷയം ഇങ്ങനെ ആയി എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയമായി എന്നുള്ള കാര്യമാണെന്നുള്ളത് ലോകത്ത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ മലയാള മനോരമയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ കല്യാണം കഴിക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. ഉണ്ടോ? മലയാള മനോരമയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കല്യാണത്തിന് അങ്ങനെ ആൻ്റണി MP എന്തൊരു പങ്കെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് അവരെ കല്യാണം കഴിച്ചത്. എന്നാൽ ഈ പയ്യൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ടും പയ്യനും പെണ്ണിനും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ കല്യാണം കഴിച്ചത്. അവർ കല്യാണം കഴിക്കുന്ന സമയത്ത് പയ്യൻ്റെ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കണ്ട എന്ന് പറയാൻ അലീനയ്ക്ക് കഴിയുമോ? ഇനി അലീനയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കല്യാണത്തിന് ക്ഷണിച്ചത്. ഇയാളോട് ആരാ പറഞ്ഞേ? ഇനി കേട്ടോളൂ. സ്റ്റാഫ് റിപ്പോർട്ടറായിട്ടുള്ള അലീനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യക്തികൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു എന്ന ചോദ്യം മനോരമ ഉന്നയിക്കുന്നില്ലെങ്കിൽ മനോരമ നടത്തുന്നത് ഇരട്ടത്താപ്പാണ്. മനോരമ ഈ നാട്ടിലെ പലരുടെയും സ്വകാര്യ ജീവിതത്തിൽ കയറി ഓഡിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വന്തം സ്റ്റാഫിന്റെ സ്വകാര്യ ജീവിതത്തിൽ കൂടി അത്തരം ഓഡിറ്റുകൾ നടത്തണമെന്ന് ആവശ്യപ്പെടേണ്ടതുണ്ട്. ഇത് അലീന എന്ന മനോരമയുടെ സ്റ്റാഫ് റിപ്പോർട്ടറോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല. പക്ഷേ ഇന്നലകളിൽ ഇവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല വാർത്തകളും ആ രീതിയിലാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തിരുത്തൽ നടത്തേണ്ടതുണ്ടെന്ന് കൂടി മനോരമയിലെ സ്റ്റാഫ് അംഗങ്ങൾ ചിന്തിക്കണം. ഇനി മേലിലെങ്കിലും മനോരമയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആണായാലും പെണ്ണായാലും, നിങ്ങളുടെ പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെയോ കല്യാണം കഴിക്കാൻ പാടില്ല. ഒന്ന്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ബോർഡിനോടും മാനേജിംഗ് ഡയറക്ടറോടും നിങ്ങൾ ചോദിക്കണം കല്യാണത്തിന് ആരെയൊക്കെ വിളിക്കാമെന്ന്. നിങ്ങളുടെ ഭർത്താവായി വരാൻ പോകുന്ന ആൾ കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ ആണെങ്കിൽ ആ ആളിന് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധമുണ്ടോ എന്ന് നോക്കണം. കോൺഗ്രസ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടോ? ഈ വിവാഹത്തിൽ ആരൊക്കെ പങ്കെടുക്കും? നിങ്ങൾ ആരെയൊക്കെയാണ് വിവാഹത്തിന് വിളിക്കാൻ പോകുന്നത്? ഇങ്ങനൊരു വലിയ ലിസ്റ്റ് കൊണ്ടുവന്ന് മലയാള മനോരമയ്ക്ക് കൊടുക്കണം. എന്നിട്ട് മലയാള മനോരമ അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇന്നാരെ വിളിക്കരുതെന്ന് പറയണം. എന്നിട്ട് പബ്ലിഷ് ചെയ്യണം. ഇതാണ് ആവശ്യം. എന്തൊരു കാര്യം എന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം റിനി ആയാലും അലീനയായാലും, റിനിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്യാണത്തിന് വിളിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇനി കല്യാണത്തിന് വിളിച്ചു, അവിടെ ചെന്നു, അതിനകത്തെന്താ തെറ്റ്? ചേട്ടാ, രാഹുൽ മാങ്കൂട്ടം സ്കൂൾ കുട്ടികളുടെ ഇടയ്ക്ക് നിന്ന സമയത്ത് അയാൾക്കെതിരെ പരാതിയും കൊണ്ടുവന്നു. എടാ, ഈ പറഞ്ഞ കൊടും കോഴികളെല്ലാം തന്നെ കേരളത്തിൽ ഇഷ്ടംപോലെ CPM-ലും ഘടകകക്ഷികളും ഇല്ലേ? അവരൊക്കെ ചെയ്ത നല്ല കാര്യങ്ങളാണോ? അവരെയൊക്കെ ഇപ്പോഴും വിളിച്ച് ഓരോ പരിപാടികൾക്ക് പോകുന്നില്ലേ? ഇതെന്താ പ്രശ്നം? എടാ, രാഹുൽ മാങ്കൂട്ടം ആയതുകൊണ്ട്, അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ചിലർക്കൊക്കെ ചില ചൊറിച്ചിൽ, അതുകൊണ്ട് അവനെ ഒന്നിൽ ഏകാന്ത തടവിന് വിധിക്കണം, അതല്ലെങ്കിൽ നാട് കടത്തണം. ഇത് രണ്ടും ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത് പിന്നെ രാഹുലിനെ വിളിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വിട്ടൊരു വിഷയമാണ്. വിട്ട വിഷയമാണ്. രാഹുലിൻ്റെ വീടിന് തൊട്ടടുത്ത് 1-2 കിലോമീറ്റർ അകത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് അയച്ചിട്ട്, ചേട്ടൻ ഇത് കണ്ടില്ലേ, ഇതെന്താ ചേട്ടാ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഇന്ന് പ്രതികരിക്കരുതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും ഇതിനകത്ത് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, നമുക്ക് ലോകത്ത് ഒരാളിനെ ഒരിക്കൽ മാത്രമേ റേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പരാതിക്കാരി 2 ദിവസം 48 hours മൾട്ടിപ്പിൾ ടൈംസ് അവർ തങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിലേതായിരുന്നു ബലാത്സംഗമെന്ന് അന്നാരും പറഞ്ഞില്ല. അന്ന് ഈ സ്ത്രീ പരാതി കൊടുത്തില്ല. അന്ന് ഇവരെന്തുകൊണ്ട് പാലക്കാടിന് വണ്ടി വിളിച്ച് ട്രെയിൻ കയറിപ്പോയി എന്നുള്ളതിന് മറുപടിയില്ല. രണ്ടാമത്തെ പരാതി വിട്ടു. മൂന്നാമത്തെ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം എടുത്ത റൂമിലേക്ക് കടന്നു ചെല്ലുമല്ലായിരുന്നു, ഇൻ്റർവ്യൂവിന് ചെല്ലുമല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ചെല്ലുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചെല്ലുകയും റൂം എടുക്കുകയും 15 മിനിറ്റോളം അവിടെ ചെന്നവനെ റൂമിൽ കാത്തിരുന്നതിന് ശേഷമാണ് അവൻ വന്നത്. അതിനകത്ത് എന്താ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്? അവർക്ക് അതിനകത്ത് എന്താ പരാതിയുള്ളത്? അവരതിനകത്ത് കൃത്യമായി അവിടെ നടന്ന കാര്യം അതുപോലെ അതിൽ പറഞ്ഞിരിക്കുകയാണ്. പരാതിയിലും ജഡ്ജ്മെൻറ്റിലുമുണ്ട്.
ഈ ഇത്രയും കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ ജഡ്ജ്മെൻറ്റുകളും മറ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ഇത്തരം വീഡിയോസ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇടാൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും റീച്ചോ എന്തെങ്കിലും കാണും, പക്ഷേ അതെന്തോ ആയിക്കോട്ടെ. ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നമാണ്. അവർ കല്യാണം കഴിക്കുന്ന CPM ഓ കോൺഗ്രസ്സോ ഏത് ജാതിയോ മതമോ എന്നുള്ളതല്ല. അതുപോലെ ആ പുരുഷനേക്കാൾ കൂടുതൽ അത് സ്വപ്നമായി നിൽക്കുന്ന അലീനയ്ക്ക് തന്നെ ആയിരിക്കാം, അവരുടെ സ്വപ്നമായിരിക്കും ആ ദിവസം. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ മാധ്യമപ്രവർത്തകയായതുകൊണ്ടും അവർ ഒരു കാരണവശാലും മനോരമയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അവർ യൂത്ത് കോൺഗ്രസ്സുകാരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇനി അഥവാ കല്യാണം കഴിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ കല്യാണത്തിൽ വിളിക്കാൻ പാടില്ലായിരുന്നു. ഇത് രണ്ടും ചെയ്ത അക്ഷന്തിമമായ കുറ്റമാണ് കുട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത് കുട്ടി, എത്രേ പറയാനുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ നോക്കുക, അടൂരിലുള്ള എല്ലാവരോടും, പത്തനംതിട്ട ജില്ലയിലുള്ളവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാഹുലിന് സുഹൃത്തുക്കളുണ്ട്, വിളിക്കുന്ന കല്യാണത്തിലൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിയുന്നത്. പൊതുപരിപാടികളിൽ വിട്ടുനിൽക്കുന്നു എന്നൊരു വാർത്ത മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഒരു പബ്ലിഷ് ചെയ്യണം. എൻ്റെ വിവാഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തിൻ്റെ ഇന്ന സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവർ ഒരേ നിറത്തിലുള്ള ഷർട്ടിട്ടുണ്ട് വരാൻ പാടില്ല, ഒന്നിച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ പാടില്ല, ഒരു കാരണവശാലും കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണ ചടങ്ങ് നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഈ വധുവരന്മാരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല, ഗ്രൂപ്പായിട്ടും ഫോട്ടോ എടുക്കാൻ പാടില്ല. അഥവാ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപന മേധാവിയുടെ അനുമതി വാങ്ങിയിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കേരളത്തിൻ്റെ ഒരു പോക്കെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയൊക്കെയാണോ ഈ കേരളം മുമ്പോട്ട് പോകേണ്ടത്? ഇതാണോ കേരളം? ഇതാണോ നമ്മുടെ ചിന്താഗതി? ഞാൻ പറഞ്ഞിട്ട് രാഹുൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. രാഹുലിനെ ഏകാന്ത തടവിലാക്കാനുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം അധികാരം കിട്ടാതെ വരും. ഇതേത്തെ സാറുമാരുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്തൊക്കെ കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് അത് വിടാമെന്ന് വിചാരിച്ചു. നന്ദി, നമസ്കാരം.